നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്യം കണ്ട ഏറ്റവും വാശിയേറിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. അത് ബംഗാളിലായിരുന്നു. 2 ഘട്ടമായിട്ടാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഏപ്രിൽ 23-നും 29-നും തെരഞ്ഞെടുപ്പ് നടന്നു. ഈ 2 തെരഞ്ഞെടുപ്പിലും വളരെ വലിയ ഒരു പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള പ്രചരണം നമ്മൾ കണ്ടു. ഇഞ്ചോടിഞ്ച് പോരാട്ടം നമ്മൾ കണ്ടു. ആരോപണ പ്രത്യാരോപണങ്ങൾ, അതുപോലെ തന്നെ തർക്കങ്ങൾ, സംഘർഷങ്ങൾ, ചെറിയ ചെറിയ സംഘർഷങ്ങൾ, ഇതെല്ലാം നമ്മൾ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഇപ്പോൾ പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു. 2 ഘട്ടവും അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും രാഷ്ട്രീയമായ ഒരു ചൂട് അത് ബംഗാളിനെ വിട്ടുപോയിട്ടില്ല. രാഷ്ട്രീയമായ നാടകീയ രംഗങ്ങൾ ഇപ്പോഴും ബംഗാളിൽ നടക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലെത്തിയത് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഇടപെടലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബംഗാളിലെ കൗണ്ടിംഗ് സെന്ററുകളുടെ എണ്ണം 87-ൽ നിന്നും 77-ആയി കുറച്ചിരിക്കുകയാണ്. നേരത്തെ ഒരു ഘട്ടം കുറച്ചിരുന്നു. 100-ൽ പരം കൗണ്ടിംഗ് സെന്ററുകൾ ഉണ്ടായിരുന്നതാണ് വെട്ടിക്കുറച്ച് 2 ആഴ്ച മുമ്പ് 87 കൗണ്ടിംഗ് സെന്റർ എന്ന നിലയിലേക്ക് മാറ്റിയിരുന്നത്. ഇപ്പോൾ ഇതാ സംഘർഷം മുറുകുമ്പോൾ, സ്ട്രോങ് റൂമുകളെ കുറിച്ചുള്ള ആശങ്കകൾ ഉയരുമ്പോൾ, തൃണമൂൽ കോൺഗ്രസിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ രണ്ടും കൽപ്പിച്ചു നിൽക്കുമ്പോൾ തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. വീണ്ടും ഈ പറയുന്ന കൗണ്ടിംഗ് സെന്ററുകളുടെ എണ്ണം 87-ൽ നിന്നും 77-ആയി കുറയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ആദ്യം പോസ്റ്റൽ വോട്ടുകളാകും എണ്ണുക, അതിനുശേഷം മറ്റ് EVM വോട്ടുകളും എണ്ണി തുടങ്ങും. എന്തായാലും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൗണ്ടിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം കുറച്ചത് എന്ന് ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചിട്ടില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാടകം അത് തുടരുകയാണ്. TMC എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കൗണ്ടിംഗ് സെന്ററുകളുടെ എണ്ണം കുറച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം ബംഗാളിൽ ഉണ്ടായത് വലിയ രാഷ്ട്രീയ നാടകങ്ങൾ തന്നെ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സ്വന്തം മണ്ഡലമായ, അല്ലെങ്കിൽ താൻ മത്സരിക്കുന്ന മണ്ഡലമായ ഭവാനിപ്പൂരിലെ ഈ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കൗണ്ടിംഗ് സെന്ററിലേക്ക് അർദ്ധരാത്രി, ഏതാണ്ട് രാത്രിയോടുകൂടി 12 മണി വരെ മമത അവിടെ സത്യാഗ്രഹം ഇരിക്കുന്നത് കണ്ടു. അതായത് മമത പറഞ്ഞത്, ഞാനിവിടെ ഒരു വലിയ ശ്രമത്തെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അതായത് കൗണ്ടിംഗ് സെന്ററുകൾ തുറന്ന്, സ്ട്രോങ് റൂമുകൾ തുറന്ന്, വോട്ടിംഗ് മെഷീനുകൾ കൈക്കലാക്കി ജനവിധി അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢാലോചന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്നുകൊണ്ട് BJP നടത്തുന്നുണ്ടെന്നും അത് തടയാൻ വേണ്ടിയാണ് രാത്രി ഇവിടെ മമതാ ബാനർജി ഈ പോളിംഗ് ബൂത്തിലേക്ക്, അല്ലെങ്കിൽ കൗണ്ടിംഗ് സെന്ററിലേക്ക് വന്നത്, സ്ട്രോങ് റൂമിനരികിലേക്ക് വന്നത് എന്ന് മമതാ ബാനർജി പറയുന്നുണ്ട്. മാത്രമല്ല അവർ പറയുന്നത്, താൻ ഈ വീഡിയോ ദൃശ്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ, അതായത് ഈ സ്ട്രോങ് റൂമിന്റെ 24 മണിക്കൂർ വെബ്കാസ്റ്റിംഗ് ഉണ്ട്, അത് സ്ഥാനാർത്ഥികൾക്കൊക്കെ ലഭ്യമാണ്. ആ വെബ്കാസ്റ്റിംഗ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആരോ സ്ട്രോങ് റൂം തുറക്കുന്നതായി കണ്ടെന്നും, അതുകൊണ്ട് തന്നെ സ്ട്രോങ് റൂം തുറന്ന് അതിനകത്ത് ആരൊക്കെ നിൽക്കുന്നതായി കണ്ടെന്നുമൊക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവർ നേരെ ഭവാനിപ്പൂരിലെ സ്ട്രോങ് റൂമിലേക്ക് വരികയായിരുന്നു. ഇതറിഞ്ഞ ഉടൻ തന്നെ BJP പ്രവർത്തകരും അവിടെ തടിച്ചുകൂടുന്നു. BJPയുടെ അവിടുത്തെ സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയുടെ ഇലക്ഷൻ ഏജന്റ് അവിടെ വരുന്നു. മമത സത്യാഗ്രഹം ഇരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഈ BJPയുടെ തെരഞ്ഞെടുപ്പ് ഏജന്റും കസേര വലിച്ചിട്ടിരിക്കുന്നു. പുറത്ത് വലിയ രീതിയിൽ അനുയായികളും അതുപോലെ തന്നെ അണികളുമെല്ലാം തടിച്ചുകൂടുന്നു. ചെറിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. ഇതൊക്കെ ബംഗാളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ബംഗാളിൽ രാഷ്ട്രീയ നാടകം അവസാനിച്ചിട്ടില്ല എന്ന് പലരും പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരുന്നു. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ എക്സിറ്റ് പോളുകൾ അവസാന ദിവസമാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ആ എക്സിറ്റ് പോളുകളിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ്. ബംഗാളിൽ പക്ഷേ BJP അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത്. സാധാരണ രീതിയിൽ ഏറ്റവും അധികം അഭിപ്രായ സർവേകൾ നടന്നത് പശ്ചിമ ബംഗാളിലാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിലെ ഈ അഭിപ്രായ സർവേകളെല്ലാം പറഞ്ഞിരുന്നത് തൃണമൂൽ കോൺഗ്രസ് തുടർഭരണം നേടുമെന്നാണ്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ തീർച്ചയായും BJPക്ക് അനുകൂലമായ സാഹചര്യമുണ്ട്. വ്യക്തമായ മെജോറിറ്റിയോടുകൂടി, അല്ലെങ്കിൽ വ്യക്തമായ പിന്തുണയോടുകൂടി BJP ഇവിടെ അധികാരത്തിൽ വരും എന്ന് എക്സിറ്റ് പോളുകൾ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നതാണ്. ഈ പ്രവചനങ്ങൾ കൂടി വരുമ്പോൾ മമതയുടെ സമനില തെറ്റുകയാണോ എന്നൊരു സംശയം ഉടലെടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഈ എക്സിറ്റ്
എക്സിറ്റ് പോളുകൾ BJPയുടെ ഒരു വിജയം പ്രവചിക്കുമ്പോൾ പരാജയ ഭീതി കാരണം പുതിയ ചില നറേറ്റീവുകൾ ഉണ്ടാക്കാൻ മമതാ ബാനർജി ശ്രമിക്കുകയാണോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സംശയാതീതമായി കൂടാ, അതിൽ ചില സംശയങ്ങൾ ജനങ്ങൾക്കുണ്ടാകണം. BJP ഇത്തരത്തിൽ ബൂത്ത് പിടുത്തം നടത്തി, തെരഞ്ഞെടുപ്പ് ബൂത്തുകളിലും മറ്റും അക്രമം നടത്തി, പിന്നീട് ഈ ഇലക്ഷൻ മെഷീനുകൾ, വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന കൗണ്ടിംഗ് സെന്ററുകളിലെ സ്ട്രോങ് റൂമുകൾ തുറന്ന് അതിൽ അട്ടിമറി നടത്തിയിട്ടൊക്കെയാണ് ബംഗാളിൽ അധികാരത്തിൽ വരുന്നത് എന്ന് സ്ഥാപിക്കാനും മറ്റും മമത ശ്രമിച്ചു തുടങ്ങുന്നു എന്ന തോന്നലുകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലെ ഈ നാടകങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബംഗാളിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന അതാണ്. അത് മെല്ലെ മെല്ലെ അക്സെപ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സ്വീകരിക്കുകയാണ് മമതാ ബാനർജിയും എന്ന് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മമതാ ബാനർജി ഇത്തരത്തിലുള്ള നരേറ്റീവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. താൻ ഇങ്ങനെ വീട്ടിലിരുന്ന് ഈ ലൈവ് വെബ്കാസ്റ്റിംഗ് നോക്കിയപ്പോൾ സ്ട്രോങ് റൂം തുറന്നു കിടക്കുന്നു, അതുകൊണ്ട് ഞാനിത് ഓടി വരുന്നു എന്നൊക്കെയാണ്. ഞാൻ 4 മണിക്കൂർ ഇവിടെ സത്യാഗ്രഹം ഇരുന്നതുകൊണ്ടാണ് BJPയുടെ ഈ അട്ടിമറി ശ്രമം വിജയിക്കാതെ പോയത്. സംസ്ഥാനത്തൊട്ടുക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെ മമതാ ബാനർജി പറഞ്ഞിരുന്നു. മാത്രമല്ല ഏതാണ്ട് 12:10 കൂടിയാണ് അവർ സമരം അവസാനിപ്പിച്ചു പോയത്. മമതാ ബാനർജി ബൂത്തിൽ വന്നതോടുകൂടി വീണ്ടും BJPയുടെ പ്രവർത്തകരും നേതാക്കളും എല്ലാം അവിടെ സംഘടിക്കുന്ന കാഴ്ചയാണുള്ളത്. അതായത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് ഒരേ മണ്ഡലത്തിൽ ജനവിധി തേടുകയാണ്. അത് ഈ പറയുന്ന ഭവാനിപ്പൂർ മണ്ഡലത്തിലാണ്. ഈ നന്ദിഗ്രാമിൽ കൂടി പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് നന്ദിഗ്രാമിൽ മത്സരിച്ചപ്പോൾ അവിടെ ഒരു വെല്ലുവിളിയുമായി മമതയെ പോയിരുന്നതാണ്. പക്ഷേ മമതയും അവിടെ നിന്ന് മത്സരിച്ച് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ സുവേന്ദു അധികാരി മമതാ ബാനർജി മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിന്നുകൂടി ഞാൻ മത്സരിക്കുമെന്ന രാഷ്ട്രീയ സന്ദേശം നൽകുന്നത്. അങ്ങനെ ഒരു കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലത്തിലാണ് ഇന്നലെ രാത്രി മുഴുവൻ ഒരു വലിയ പ്രതിസന്ധി, ഒരു വലിയ ബഹളം അതെല്ലാം മമതാ ബാനർജി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ബംഗാളിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് വളരെ സജീവമായി നിലനിർത്താൻ തൃണമൂൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അത് ഉയർത്തിപ്പിടിക്കാനാണ് മമതാ ബാനർജി ശ്രമിക്കുന്നത്. അതേസമയം ചരിത്രത്തിൽ ആദ്യമായി ബംഗാളിൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന നിമിഷം കാത്തിരിക്കുകയാണ് BJP. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അവർ വലിയ പ്രതീക്ഷ നൽകുന്നു. 150 മുതൽ 160 സീറ്റുകൾ വരെ ഈ BJPക്ക് ലഭിക്കാം ഈ തെരഞ്ഞെടുപ്പിലെന്നാണ് എക്സിറ്റ് പോളുകൾ നൽകിയ പ്രവചനം. ആ പ്രവചനത്തിൽ BJP വലിയ രീതിയിൽ സന്തോഷിക്കുകയാണ്. അവർ മന്ത്രിസഭ ഉണ്ടാക്കാൻ പോവുകയാണ്. പ്രചരണത്തിന് ശേഷം മടങ്ങിപ്പോകുമ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അത് മറ്റൊന്നുമായിരുന്നില്ല, 4-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരും, അത് ഇവിടുത്തെ സർക്കാരിൻ്റെ BJP സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്കായിരിക്കും എന്ന് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഈ പറയുന്നത് പോലെ എക്സിറ്റ് പോളുകൾ സത്യമാവുകയാണ് എങ്കിൽ തീർച്ചയായും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അത് യാഥാർത്ഥ്യമാവുകയായിരിക്കും. ചരിത്രത്തിലാദ്യമായി BJP ബംഗാളിൽ ഭരണം നേടുകയും ചെയ്യും. എന്തായാലും അന്തിമ ഫലത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. ബംഗാളിൽ രാഷ്ട്രീയ ചൂട് മാറിയിട്ടില്ല. ശക്തമായ പോരാട്ടത്തിൻ്റെ പ്രതിഫലനം ഇപ്പോഴും ബംഗാളിൽ ഉണ്ട് എന്നുള്ളതാണ് സൂചന. അക്രമ സംഭവങ്ങളിലേക്ക് ഇത് കടക്കാതിരിക്കാൻ നിതാന്ത ജാഗ്രത പുലർത്തുകയാണ് കേന്ദ്രസേന.